എക്സാം ടൈമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് മാർക്സ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹവും നമ്മുടെ ആവേശമൊക്കെ കൂടും. പക്ഷേ നമ്മൾ ഈ പഠിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഈ മാർക്സ് വാങ്ങിക്കുന്നതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ദൂരേക്ക് മാറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് നിങ്ങളിപ്പോൾ പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് എക്സാം ആണ്, മാർക്സൊക്കെ വാങ്ങിക്കണം, അങ്ങനെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മുന്നിൽ ആര് വരുന്നത്? ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു വില്ലൻ വരുന്നത്. കാരണം നമുക്കിത് ശീലമില്ലാത്തൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കാറില്ല, നമ്മളിരുന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറില്ല, ഇരുന്ന് ക്ലാസ് കാണുന്നുണ്ടാവാറില്ല. അപ്പം നമുക്ക് എന്താണ്, കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും എന്നാലൊന്ന് ഫോൺ നോക്കി കളയാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും, ടി വിയിൽ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും മതി അല്ലേ, പഠിക്കാനൊരു മൂഡ് ഉണ്ടാവില്ല, നമുക്കൊരു മനസ്സ് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന് വേണ്ട, നാളെ ഞാൻ പഠിക്കാം അല്ലേ. ഇന്ന് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ നാളെ ഒരു പുതിയ സ്റ്റാർട്ട് ആവാം. പക്ഷെ നമ്മൾ നാളെ തുടങ്ങുമോ? നമ്മൾ നാളെയും തുടങ്ങില്ല. നമ്മൾ ഈ ഒരു മാറ്റിവെക്കൽ അവസാനം എക്സാമിൻ്റെ തലേന്ന ദിവസം വരെ നമ്മളിങ്ങനെ പോകുന്നുണ്ടാവും. ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നും എക്സാം ടൈമിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ നമുക്ക് മാർക്സ് കൂട്ടാം, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു 7 ടിപ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ മുന്നിൽ വരുന്നൊരു പ്രശ്നമാണ്, ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയധികം സിലബസ് നമുക്ക് കവർ ചെയ്യാണ്ട് നമ്മൾ എങ്ങനെ കവർ ചെയ്യും? ഇനി ഇതെല്ലാം കവർ ചെയ്യാൻ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുന്നിൽ മറ്റൊരു വില്ലൻ വരുന്നതാണ് ഓവർ തിങ്കിങ്. എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഈ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റുമോ? ഇനി എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവം? ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാനും നമ്മളുടെ എക്സാമിന് കുറച്ച് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 7 ടിപ്സാണ് മിസ് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് നല്ലൊരു മാർക്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പറും അതുപോലെ നമ്മൾ പഠിക്കാതെ ഇരിക്കുന്നു, നമുക്ക് നല്ല രീതിയിൽ മാർക്സ് ഒന്നും കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ളൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടോപ്പറായി നിൽക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും മാർക്ക് കിട്ടി ശീലമുള്ളതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചത് എനിക്ക് നല്ലപോലെ എഴുതാൻ പറ്റും, ഓക്കെ, എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, എനിക്ക് എല്ലാം നല്ല ഓർമ്മയുണ്ടാവും. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ആ കുട്ടിയിലുണ്ടാവും. അത് നാച്ചുറലി വന്നതാവാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാർക്സ് വാങ്ങിച്ച് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായതാവാം. പക്ഷേ നമ്മൾ പഠിക്കാതെ ഇരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത്ര മാർക്സ് ഒന്നും സ്കോർ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെന്താ എപ്പോഴും ചിന്തിക്കുക, എനിക്ക് മാർക്സ് ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതായിരിക്കും അവരുടെ ഉള്ളിലുണ്ടാവാം. ഇനി നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നാൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരിക്കും, എനിക്കെങ്ങനെ മാർക്ക് കിട്ടാനാ അല്ലേ. നമ്മൾ തന്നെ നമ്മളുടെ ഡീമോട്ടിവേറ്റർ ആയിട്ട് മാറും. സോ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെല്ലാവരും ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾക്ക് നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാം, നിനക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, യു ക്യാൻ ഡു ഇറ്റ്, യു വിൽ ഡു ഇറ്റ് അല്ലേ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്, ഓക്കെ, ഐ ക്യാൻ റൈറ്റ് ദി എക്സാം സൂപ്പർ ഈസിലി, ഓക്കെ. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കണം ആ ഒരു കാര്യം. അങ്ങനെയാണെങ്കിലേ നമ്മൾക്ക് ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്കുള്ളിലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മളിങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി പഠിക്കാനിരിക്കുമ്പോൾ നമ്മളെ മുന്നിൽ വരുന്നൊരു പ്രശ്നമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കും, അപ്പോൾ നമ്മൾ വിചാരിക്കും നാളെ പഠിക്കാം, അല്ലെങ്കിൽ വിചാരിക്കും വൈകിട്ട് പഠിക്കാം, അല്ലെങ്കിൽ വിചാരിക്കും രാത്രി പഠിക്കാം, ഇതൊന്നും വേണ്ട ഞാൻ നാളെ രാവിലെ പഠിക്കാം അല്ലേ. നമ്മളിങ്ങനെ മാറ്റി കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു മാറ്റി വെക്കുന്ന നിങ്ങൾക്ക് ശീലം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അലാം വെച്ച് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആ അലാം കേട്ട് അപ്പം തന്നെ ഫോൺ ഓഫ് ചെയ്ത് എഴുന്നേൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ ആ ഒരു ശീലം ഉണ്ടാവില്ല. നേരെ മറിച്ച് അലാം കേൾക്കുന്നു, ഓഫാക്കുന്നു, 10 മിനിറ്റ് കൂടെ കിടക്കുന്നു. നമ്മൾ വിചാരിക്കുക ആ 10 മിനിറ്റിന് കിടക്കുമ്പോൾ ഒരു നല്ലൊരു ഉറക്കം കിട്ടും അല്ലേ. ആ 10 മിനിറ്റ് കഴിഞ്ഞ് അലാം അടിച്ചാലോ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ, വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ അല്ലേ. നേരെ മറിച്ച് നമ്മൾ ആ അലാം കേൾക്കുന്നു, അപ്പം തന്നെ അലാം നിർത്തി നമ്മൾ എഴുന്നേൽറ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ശീലം അത്ര ഉള്ളവരായിരിക്കില്ല. ഇനി ഈ ശീലം ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം നമുക്കതുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ. അപ്പോൾ നമുക്ക് ആ ശീലം ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെ മാറ്റാം? നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചോ?
ഇപ്പം മുതൽ, അതായത് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം മുതൽ ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അതല്ലാതെ ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് രാത്രി ആയിരിക്കും. ഇതിപ്പോൾ രാത്രി ആയില്ലേ, നാളെ രാവിലെ പഠിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് അടുത്ത തിങ്കളാഴ്ച മുതൽ പഠിക്കാം. അങ്ങനെ നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ശീലം ഇനി നമുക്ക് വേണ്ട. ഇപ്പം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഇത് ശരിക്കും ഉള്ളതാണ്. അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പം നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ ചെയ്യാമെന്നൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുന്നതിന് മുൻപ് നമ്മളത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ നീണ്ടു പോകും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ മാറ്റി വെച്ച് നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴും നമ്മളൊരു പ്രശ്നം എന്താ, ഇത്രയും കാലമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ, നമ്മുടെ സിലബസ് നമുക്ക് അത്രയും അധികമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, ഈ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ നോക്കുക, ഈ എൻറ്റയർ സിലബസ് ഈ എക്സാം ടൈമിൽ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കാം, ആ സബ്ജക്ട്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാകും. അത് ആദ്യം പഠിക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള സമയത്തിനനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുക. ഈ സമയത്ത് നിങ്ങൾ പാനിക്കാവോ പേടിക്കോ ടെൻഷനാവോ അല്ല വേണ്ടത്. നമ്മൾക്ക് പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് വേണ്ടത്. അപ്പം എപ്പോഴും നമ്മളിങ്ങനെ പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ എപ്പോഴും. നേരെ മറിച്ച് നമ്മൾ സൊല്യൂഷൻസ് നോക്കാൻ തുടങ്ങും. ഇനി നാലാമത്തെ കാര്യം, നമ്മൾക്ക് ഈ സിലബസ് നമ്മൾ എങ്ങനെ കവർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമുക്കില്ലാത്തൊരു കാര്യം എന്തായിരിക്കും, നമ്മൾക്ക് ഈ ശീലമില്ല അല്ല, ഇരുന്ന് പഠിച്ചൊരു ശീലമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഈ ചാപ്റ്റർ ഞാൻ പഠിക്കണം, ഞാൻ 3 മണിക്കൂർ പഠിക്കണം, ഞാൻ 5 മണിക്കൂർ പഠിക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു മടുപ്പാവും. 5 മണിക്കൂറിന് ഞാൻ പഠിക്കണം അല്ലേ, നമ്മൾ ആരോ ജയിലിലൊക്കെ ഇട്ട് കൊണ്ടുപോയ അവസ്ഥയായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ ആ 5 മണിക്കൂർ പഠിക്കണം എന്നുള്ള ആ തോട്ട് മാറ്റുക. ഞാൻ 1 മണിക്കൂർ പഠിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടോ? 1 മണിക്കൂർ ഞാൻ പഠിക്കുന്നു, ആ സമയത്ത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും എന്ന് നിങ്ങളെ മനസ്സിനോട് പറയും. ആ 1 അവർ നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ട്രാക്കിൽ കയറി. പിന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ആക്ച്വലി പറ്റില്ല. നമ്മളേക്കും ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ 1 അവർ നിങ്ങൾ പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യരുത്. പകരം 1 അവർ പഠിച്ച് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 1 അവർ നിങ്ങൾ പഠിക്കുന്നു, 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു, ദെൻ 1 അവർ പഠിക്കുന്നു, 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം ഒരു കാര്യം, നമ്മളൊരു ലോങ് അവേഴ്സ് പഠിച്ചൊരു ഫീല് നമുക്കുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടും ഉണ്ടാവും. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് റിവാർഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കുഞ്ഞു മക്കളെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വീണ്ടും ചെയ്യും അല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ 1 അവർ നീ പഠിച്ചു, അന്ന് നീ ഒരു 10 മിനിറ്റ് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തോ, അങ്ങനെ നമ്മൾക്ക് തന്നെ റിവാർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ആഗ്രഹം വീണ്ടും വീണ്ടും കൂടും. എനിക്ക് ഈ റിവാർഡ് കിട്ടാൻ കാരണം ഞാനിത് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളത് വീണ്ടും ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ഏത് ക്ലാസ് കാണും, ഞാൻ ഏതൊക്കെ ബുക്ക് പഠിക്കും, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യും, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കരുത് ഇത് പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം നാളെ നിങ്ങളൊരു കാര്യം പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് തലേന്ന് തന്നെ നോക്കി വെക്കണം. നിങ്ങൾ ഏതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഏത് ക്ലാസ് കണ്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ഏതൊക്കെ PYQs, ഏതൊക്കെ ബുക്കിലാണ് നിങ്ങളുള്ളത്. അങ്ങനെ നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ വെച്ചിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. ദെൻ 6ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ടഫായിട്ടുള്ള സബ്ജക്ട്സ് മാറ്റി വെക്കും, അല്ലെങ്കിൽ ടഫായിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ മാറ്റി വെക്കും. നമ്മളെന്താ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് എടുക്കും. മിസ്സും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഇഷ്ടമുള്ള ചാപ്റ്റർ വേഗം പഠിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, നല്ല രസം തോന്നും. പക്ഷേ ടഫുള്ള ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളിങ്ങനെ പഠിക്കാനൊക്കെ മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് മാറ്റി വെക്കാതിരിക്കുക. പകരം ആ ടഫായിട്ടുള്ള ചാപ്റ്ററിൽ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗം മുതൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതൊരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത്. കാരണം ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്കത് മാർക്സ് കുറയാൻ കാരണമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അറിയുന്ന ചാപ്റ്റേഴ്സ് വീണ്ടും വീണ്ടും പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ ഗുണം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. പകരം അറിയാത്ത സബ്ജക്ട്സിൽ നോക്കുക, ആ ചാപ്റ്റേഴ്സിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഭാഗം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പതിയെ അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ട്, പിന്നെ അത് കുറച്ചുകൂടി പഠിച്ചു. അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ തെറ്റായ ധാരണ ആയിരിക്കും ചിലപ്പോൾ ഇത് ടഫാണ്, എനിക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ഇത് ടഫ് ചാപ്റ്റർ, ഇതെനിക്ക് കിട്ടില്ല, ആ ഒരു ഐഡിയ മാറ്റി വെച്ചിട്ട് ഇതെനിക്ക് കിട്ടും, ഇതെനിക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഇത് ഞാൻ പഠിക്കും, ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം. ആൻഡ് ലാസ്റ്റത്തെ കാര്യം റിവിഷൻ.
ഇത്രയും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം എക്സാം ടൈമിൽ പ്രത്യേകിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നോട്ട്സ് ഇരുന്ന് വായിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം എക്സാമിന് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഒരു പേപ്പർ നിറയെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നമുക്കൊരു ശീലം ഉണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക, അത് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, അതങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് തന്നെ ഈ പറഞ്ഞൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതേപോലത്തെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം. ഇതേപോലത്തെ എന്ത് ടോപ്പിക്സാണ് നിങ്ങൾക്ക് എക്സാം ടൈമിൽ പ്രത്യേകിച്ച് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ ആ ടോപ്പിക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ കാര്യങ്ങൾ, ഈ 7 ടിപ്സ് നിങ്ങൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് കണ്ടതല്ലേ, തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാർക്സിൽ നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം.